ഫേവറേറ്റ് ആയിട്ടുള്ള റൂം സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടാ. ഇത് നോർമൽ റൂമിനെ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ ഇത് ഇത്ര വലുതാണ്. പിന്നെ നമ്മുടെ റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആണ് എല്ലാം. പിന്നെ ചില ആൾക്കാരൊക്കെ അതുകൊണ്ട് തന്നെ പൊക്കത്തൊക്കെ വന്നിച്ച് ഇങ്ങനെ സ്മോക്ക് ചെയ്യാറുണ്ടല്ലോ. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹൗസ് ബോട്ട് റൈഡ് എന്തെങ്കിലും അല്ലെങ്കിൽ ഷിക്കാര റൈഡാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഗൈസ്, അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ മൈബയുടെ റൂം ടൂറും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം സ്റ്റേ അഥവാ മൈബയുടെ ഫുൾ റൂം ടൂർ ആൻഡ് ഹോം ടൂറൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ റോഡ് നിൽക്കുവാണ്. അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെയാണ് ഹൈവേ. ഓക്കെ, അവിടെയാണ് കൃപാസനം, അതേപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം പെട്ടെന്ന് ലാൻഡ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ കൃപാസനം, അടുത്തുള്ള ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഇതായതുകൊണ്ട്. അപ്പം അവിടെയാണ് എന്നുവെച്ചുള്ള ഹൈവേന്ന് അവിടുന്ന് കിഴക്കോട്ട് വരുമ്പോഴാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. നേരെ കിഴക്കോട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന്റെ പുറകിലായിട്ടാണ്, അപ്പുറ സൈഡിലായിട്ടാണ് എൻ്റെ വീടുള്ളത്. ഓക്കെ ഗൈസ്, അതെങ്ങനെയുണ്ട്? പുറത്ത് നോക്കുമ്പോൾ നല്ല രസമല്ലേ ഗൈസ്? പുറത്തുനിന്ന് മാത്രമല്ല കേട്ടോ, അകത്തുനിന്ന് നല്ല ഭംഗി ചെയ്ത് കാണാനൊക്കെ. അപ്പം ഇന്ന് നമുക്ക് അകത്ത് വെച്ച് റൂംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് താഴത്തെ റൂംസ് എല്ലാം കാണിക്കാം, അതിന്റെ പൊക്കത്തോട്ട് പോവാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ റൂമാണ് കേട്ടത് ഇത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. നോക്കിക്കേ കേട്ടാ, എങ്ങനെയുണ്ട്? കൊള്ളാം. അത്യാവശ്യം നല്ല കിടിലൻ ബെഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയൊരു അലമാര പോലത്തെ സാധനമുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പ്ലാന്റ് ഒക്കെ ഇവിടെ അമ്മ പറഞ്ഞിട്ട് വാങ്ങി വെച്ചാണ്. പിന്നെ ഡ്രസ്സൊക്കെ തൂക്കിയിടാനുള്ള ഇത്. പിന്നെ TV ഉണ്ട്. പിന്നെ ഡാഡിക്കുള്ളാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. മസിൽ മാനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഫ്രീ വൈഫൈ TV കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഉണ്ട് കേട്ടോ. പിന്നെ ദൈവപ്പൊക്കത്തായിട്ട്. പിന്നെ നമ്മുടെ ബാത്റൂം, ഇതാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂമിൽ പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത റൂം. ഇത് മറ്റതുപോലെയൊക്കെ തന്നെ കേട്ടോ. പക്ഷെ ഇതിനകത്ത് നമ്മൾ വേറൊരു ഓറഞ്ച് ചെടി പോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. കട്ടിലാണെങ്കിൽ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ വൈഫൈയുടെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ TVയും AC-യും എല്ലാം വൈഫൈ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആകെ വ്യത്യാസമുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട് വ്യത്യാസമായിട്ടുള്ള. പിന്നെ ഇതിന്റെ ബാത്റൂമാണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ ഗൈസ്, നമ്മുടെ മൈബയിൽ രണ്ട് അടിപൊളി ഇത്തിരിയുടെ നല്ല വലിയ റൂംസ് ഉണ്ട് കേട്ടോ. അതിലാണ് ഒട്ടാണ് ഇത്. ഇത് നോർമൽ റൂമിനെ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ ഇത് ഇത്ര വലുതാണ്. എന്ന് പറയുമ്പോൾ ഇതിന്റെ ബെഡ് സൈസ് ഉണ്ട്, കിങ് സൈസ് ബെഡ് ആണ്. അത്യാവശ്യം 3 അഡൽസിന് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റുന്ന ബെഡും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഒരു ഹെഡ് ബോർഡ് പോലുള്ള സാധനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ബാത്റൂം ഒക്കെ മറ്റേതുപോലെ തന്നെ സെയിം ആണ്. പിന്നെ ഇവിടെ TV വൈഫൈ എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റൂം സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടാ. ഇതിന്റെ കളർ ടോണും എല്ലാം എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഓക്കെ, ഇത് അടിപൊളിയല്ലേ? പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് എന്റെ വീട് കേട്ടാ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെക്കാം. TV എല്ലാം നോർമൽ ഉള്ളവരുണ്ട്. പിന്നെ ഇതിന്റെ ഹെഡ് ബോർഡും അതുപോലെ തന്നെ ഇതും കിങ് സൈസ് ആണ്, വലുത്. അത്യാവശ്യം 3 അഡൽസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ. ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒറ്റ സിംഗിൾ റൂം എടുത്തേച്ചാൽ മതി, സെറ്റാ. പിന്നെ ഇതിന്റെ ആണെങ്കിലും ബാത്റൂം അത്യാവശ്യം വലിയ ബാത്റൂമാണ്. നേരത്തെ കണ്ട ബാത്റൂം പോലെ അല്ല കേട്ടാ. ഇത് അത്യാവശ്യം വലിയ ബാത്റൂമാണ്. കണ്ട സെറ്റ് അല്ലേ? നമുക്കിനി പക്കത്തിടുക. പിന്നെ ഇവിടെയൊക്കെ താഴത്ത് മൊത്തം നമ്മൾ വുഡന്റെ ടൈൽസും കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ ഇത്തിരി ടിൻഡഡ് ഗ്ലാസ് ആണ്. വെയിലുണ്ടായാലും ഇങ്ങോട്ട് അങ്ങോട്ട് അത്രക്ക് നമുക്ക് സൂര്യപ്രകാശമൊന്നും അടിച്ച് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുന്നില്ല. പിന്നെ സൈഡിൽ അമ്മയുടെ ഐഡിയ ആണ് ഇതൊക്കെ, കുറെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ നമ്മൾ ആദ്യം പറയാൻ തന്നെ ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ഓഫീസിൽ ഇരുന്ന മറ്റേ സെറ്റ് സോഫയൊക്കെയാണ് കേട്ടോ. അതെടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ച്. പിന്നെ ഇത് ഇവിടെ ഫാൻ ചെയ്യണത്. പിന്നെ ഇവിടെ അച്ഛനും ചേട്ടനൊക്കെയാണ് ഇടയ്ക്ക് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളല്ലോ ഗൈസ്. ഇനി നമുക്ക് ഒപ്പത്തോട്ട് പോവാം. ഇത് ഒറിജിനൽ പ്ലാന്റ് ആണ് കേട്ടോ, അല്ലാണ്ട് പ്ലാസ്റ്റിക് അല്ലേ. ഓക്കെ, ഇവിടെ രാത്രി രാവിലെ ചുമ്മാ ഫോണൊക്കെ
താമസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഇതെന്റെ പഴയ ഓഫീസിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചേ. ഇതാണ് മൊത്തത്തെ റൂം കേട്ടാ. ബാക്കി എല്ലാം ഡിറ്റോ സെയിം ആണെന്നേ. താഴത്തെ 2 സ്യൂട്ട് റൂം ഒഴിച്ച് ബാക്കി എല്ലാം ഏകദേശം എല്ലാം ഒരേ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാ. ഇത് ഓട്ടം എല്ലാത്തിലും എല്ലാ AC റൂംസ് ആണ് കേട്ടോ. എല്ലാ AC റൂംസ് ഇത് TV ആൻഡ് വൈഫൈ ആണ്. അടിപൊളിയാണ് കേട്ടോ. വൈഫൈ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, 1 GB/s. പിന്നെ നമ്മുടെ റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആണ്. എല്ലാം അപ്പം തന്നെ ഭയങ്കരമായിട്ട് വൃത്തിയാക്കി ഭയങ്കര ഹൈജീൻ ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അതിപ്പോ ബാത്റൂം ആണെങ്കിലും റൂംസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ ആലപ്പുഴയില അല്ലെങ്കിൽ നമ്മുടെ കലൂര കൃപാസനത്തിലോ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്ന് സ്റ്റേ ചെയ്തോ. സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ഹൈജീൻ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം വിത്ത് ഫാമിലി. അങ്ങനെ കപ്പിളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നോ വറീസ്. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഹോളിൽ ഒട്ടിച്ച ഫോട്ടോസ് ഒക്കെ ഉണ്ടാ, അതൊക്കെ ഞാനാട്ടോ സെലക്ട് ചെയ്ത. എങ്ങനെയുണ്ട്? പിന്നെ പൊക്കത്തും ഉണ്ട് ഈ റൂം. എന്താ എന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. എന്തുണ്ടായാലും നമ്മൾ തന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട്. സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാൻ കേട്ടോ എന്റെ പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് താഴത്ത് കമന്റ് ചെയ്യണം. ഇവിടെ ടിൻഡഡ് ആയിട്ടുള്ള ഗ്ലാസ് വിട്ടിട്ടുണ്ട്. പിന്നെ വുഡിന്റെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. തടി 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 പോലെ ഇങ്ങനെ സൈഡിൽ കിടക്കണ്ട. ആ പിന്നെ ടെറസ് ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇങ്ങനെ പൊക്കത്ത് റൂമുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ പൊക്കത്ത് റൂമൊന്നും ഇല്ല. പൊക്കത്ത് ഓപ്പൺ ടെറസാണ്. ഓ ഇപ്പൊ കിടുക്കം വെയിലാട്ടോ. ഓ കിടുക്കം വെയിൽ. ഇവിടെ രാത്രിയൊക്കെ വന്നിച്ച് ഒറ്റക്കൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ചുമ്മാക്കി ഇങ്ങനെ ഇരിക്കാനൊക്കെ ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് അവരുടെ തുണിയൊക്കെ അലക്കി പൊക്കത്തൊക്കെ ദാറ്റ് ഈസ് എന്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണക്ക ഇറങ്ങിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സ്മോക്കിംഗ് ഒന്നും നമ്മൾ റൂമിൽ വെച്ച് സമ്മതിക്കത്തില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ അതുകൊണ്ട് തന്നെ പൊക്കത്തൊക്കെ വന്നിച്ച് ഇങ്ങനെ സ്മോക്ക് ചെയ്യാറുണ്ട്, അല്ലാണ്ട് റൂമിൽ വെച്ച് നമ്മൾ ചെയ്യത്തില്ല. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഓപ്പൺ ഏരിയല്ലേ. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് സംഭവം? ഇപ്പൊ കംപ്ലീറ്റ് ആയി, സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ മൈബേ സ്റ്റേസിന്റെ റൂം ടൂറും കാര്യങ്ങളും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക്? പിന്നെ ഗൈസ് ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, പറയണം. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റിന് ഫുഡൊന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ആര്യാസ് വെജ് ഹോട്ടൽ. പിന്നെ വേറെ കുറെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹൗസ് ബോട്ട് റൈഡ് എന്തെങ്കിലും അല്ലെങ്കിൽ ഷിക്കാര റൈഡാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞു വെച്ചാൽ മതി, അതും നമ്മൾ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ടാക്സി സർവീസ് അറേഞ്ച് ചെയ്യുന്നു. അതന്നെ, ഇപ്പൊ എയർപോർട്ട് ഓട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടാക്സി സർവീസ് ഇതെല്ലാം നമ്മൾ അവൈലബിൾ ആയിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ പുറത്തുനിന്നൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂട്ടി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നമ്മളിവിടെ റെന്റൽ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾ ഇൻ വൺ ആണ് ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നേച്ചാൽ മതി. ഫാമിലി ആണെങ്കിലും കപ്പിളാണെങ്കിലും ഓൾ ആർ വെൽക്കം. സേഫ് ആൻഡ് സെക്യൂർ, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ മൈബേ. അപ്പോൾ ഗൈസ് എല്ലാവരും എന്തായാലും വന്നേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈബയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ വാട്സപ്പിൻ്റെ സാധനമൊക്കെ വേണമെങ്കിൽ ഞാൻ താഴത്ത് ഞാൻ കൊടുത്തേക്കാം. മൈബയുടെ വെബ്സൈറ്റും കൂടെ ഓർത്തിരിക്കുക, mybay.org എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. അത് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ആലപ്പുഴ അല്ലെങ്കിൽ കലൂര് കൃപാസനത്ത് എവിടെ വന്നാലും കുഴപ്പമില്ല, നേരെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ വേറെ എങ്ങും പോകണ്ട ഗൈസ്. കം ഹിയർ, കം ടു സഞ്ജു ടെക്കി പ്ലേസ്. ഓക്കെ, മൈബയിൽ വന്നു വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ഒക്കെ അടിച്ചിട്ട് പോവാം. ഓക്കെ ഗൈസ്, പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഫുഡ് കൊടുക്കണമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഫുഡ് തരാൻ പട്ടിണിയാണെന്നല്ല, സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? ഇത് എങ്ങനെയുണ്ട്? ഇതായിരുന്നു ഗൈസ്. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. കാരണം നമ്മളൊരു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തിച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പം ഒരു ബിസിനസ് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്കും സാറ്റിസ്ഫാക്ഷൻ ഫീലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അപ്പാർട്ട് ഫ്രം യൂട്യൂബ് എനിക്കും ഇതും ട്രേഡിങ്ങും പിന്നെ കുറച്ച് ഓൺലൈൻ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ വർക്കിംഗ് ആയിട്ട്. അപ്പോൾ എനിക്കിതൊക്കെ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആലപ്പുഴയിലെ ആലൂർ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നേക്കണം. വായോ. ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ എന്ന് പറയണ പോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കാണ്ട് ബെല്ലൈക്കാൻ അടിച്ചു വിട്ടുക. എന്നാൽ നെക്സ്റ്റ് നമ്മൾ വീഡിയോ നമ്പർ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.